നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെറുതെ പറഞ്ഞതല്ലേ, ഒരിലെ ചോറ് തന്നാ മതി. ഇനി ചെറുക്കൻ കൂട്ടർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ട ഡോക്ടർ. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് കട ഒരുപാടായി. എന്താ ഈയിടെയായിട്ട് നിനക്ക് പണമൊന്നും വേണ്ടാത്തത്? പുതിയ കോൾ എന്തെങ്കിലും ഒത്തു കിട്ടിയോ? അയ്യോ ഇല്ല ഡോക്ടർ. ആ, ഇപ്പൊ നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കായംകുളത്തിനുള്ള വണ്ടി പിടിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരം വൈകി. ശരി ഡോക്ടർ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഹലോ. പെട്ടെന്ന് എത്തുവേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. അയ്യോ, അല്ല അതെ, ആ ഓട്ടോക്കാരനെ എവിടുന്ന കിട്ടിയേ? അതെ, അവനെ പോലുള്ളവന്മാരെന്ന് വിശ്വസിക്കരുത്. അവർക്കൊരു കടമ തീർത്ത് കാശ് വാങ്ങണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാതെ അവസാന നിമിഷം വരെ നോക്കിയിരുന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ നോക്കണ്ടേ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയുടെ ഭർത്താവിന്റെ പിടിപ്പുകേട്. ഭർത്താവിന്റെ പിടിപ്പുകേടല്ല വിഷ്ണുട്ടാ, ഞാൻ മാത്രമാണ് കുറ്റക്കാരി. അതെ, ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്തും, പേടിക്കാനൊന്നുമില്ല. ഞാൻ എത്തിച്ചോളാം അവിടെ. ആ പിന്നെ എന്റെ ഭാര്യയുടെ അമ്മ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീ ശാരദ, ശാരദാമ്മ എന്ന നാട്ടുകാർ വിളിക്കുക. ഈ ശാരദാമ്മ എപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാവുന്നു. അങ്ങനെ തന്നെ കരുതിയാൽ മതി. ദൈവമല്ല മോനെ, ദൈവരൂപത്തിൽ ഇവളുടെ ഭർത്താവായി നീ തന്നെയാ ഇവൾക്ക് സഹായമായിട്ട് വന്നിരിക്കുന്നത്. നീ മാത്രം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ശരി. അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. കേക്ക്. എന്റെ ജീവൻ വേണേ പൊക്കോട്ടെ. എന്റെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. ഡോക്ടർ. ആ, സത്യാമ്മ എത്തിയോ? ഇതാ വിദ്യ, ഞാൻ പറഞ്ഞ പേഷ്യന്റ്. ആ ആ, ഇവർക്ക് റൂം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഞാൻ കാണിച്ചു കൊടുക്കാം ഡോക്ടർ. അല്ല, വിദ്യക്ക് അത്യാവശ്യമായിട്ട് പോണോന്നല്ലേ പറഞ്ഞേ? അത് സാരമില്ല, ഡ്യൂട്ടി ഫസ്റ്റ്. ശരി. ഏത് റൂമാ ഡോക്ടർ? രണ്ടാമത്തെ ലേബർ റൂം. ആ, സിസ്റ്ററിനോട് പൊക്കോളൂ, ഞാനിപ്പോ വന്നേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നിമിഷം മുതൽ നീ എന്റെ മകളാ. രഘുവേട്ടന്റെ ലീവ് ശരിയായാൽ ഉടൻ തന്നെ വരും. പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇനി എനിക്ക് ഒരുപാട് കാത്തിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒന്ന് പറയൂ സദാനന്ദേട്ടാ. എല്ലാം ദൈവത്തിന്റെ നിശ്ചയെന്നാ ഞാൻ കരുതുന്നത്. പുണ്യം ചെയ്തിട്ടുണ്ട് എന്റെ മോള്.
അയ്യ സന്തോഷം താനേ. ഇവന്റെ ഒരു കാര്യം, സന്തോഷം വന്ന അപ്പ ബഹളം ഉണ്ടാകും. ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇങ്ങനെയാണോ? നാളെ എന്റെ വീട്ടിലൊരു സർപ്പക്കള നടക്കുന്നുണ്ട്. സുജാതയ്ക്കും കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു സർപ്പദോഷത്തിന്റെ കാര്യം സംസാരിച്ചപ്പോ ക്ഷേത്രത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു സർപ്പക്കളത്തിന്റെ കാര്യം. നാളെയല്ലേ? അതെ. ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വരാൻ പറ്റും. ഞാനിതുവരെ സർപ്പക്കളം കണ്ടിട്ടില്ല. അത് കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല, സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നില്ലെങ്കിൽ അമ്മ പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. മനസ്സിലായി. ഇത് ദോഷം തീർക്കാനുള്ള മാർഗമൊന്നും അല്ല. നിത്യ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അല്ലേടാ? ഏട്ടൻ ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതായി. അല്ല, നളിനിയുടെ മോൻ ഇവിടെ നിന്നിരുന്നത് പോലെ നിന്നെ ഞാനിവിടെ നിർത്തി പോകേണ്ടി വരുമോ? അവന്റെ ഒരു നാണം കണ്ടോ? പാവമാണ് എന്റെ മകൻ. ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. അവന്റെ ജോലി കഴിഞ്ഞാൽ അവൻ വീടിനകത്ത് തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് ഉറപ്പാ, ഒരു സങ്കടവും എന്റെ കുട്ടിക്കുണ്ടാവില്ല. ஐயா സർപ്പക്കളത്തേക്ക് പോണത് അന്ത പൊണ്ണെ പാക്കറതൊക്കെ തന്നെ. അമ്മ വളയിട്ടാലും വിവാഹം ഉറപ്പിച്ചാലും കെട്ടേണ്ടത് ഞാനാ. അവളുടെ സ്വഭാവം പരിപൂർണമായി അറിയാതെ ഞാനത് ചെയ്യില്ല. എന്ന സ്വഭാവം? നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് അറിയില്ല. ഇവളുമാര് ചിരിച്ചുകൊണ്ട് പറ്റിക്കും, കരഞ്ഞുകൊണ്ട് കള്ളം പറയും. എന്റെ ജീവിതത്തിലേക്ക് ഒരുത്തി വരണമെങ്കിൽ അവൾ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. നാളെ നീ നോക്കിക്കോ, അവളുടെ തനി സ്വഭാവം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് സംസാരിച്ചാലും ഒടുവില് കണ്ണ് നിറഞ്ഞ് പറഞ്ഞു നിർത്തുന്നത് ഇവിടുത്തെ അച്ഛന്റെ കാര്യോ. അവന്തികേടത്തെ മാത്രമേ അച്ഛനിപ്പൊ സ്നേഹിക്കുന്നുള്ളൂന്നും ചേച്ചി പൂർണ്ണമായിട്ട് തഴയുവാണെന്നും ഒക്കെ പറഞ്ഞ് കരയും. അത് കേൾക്കുമ്പോ എനിക്ക് മനപ്രയാസമാവും. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട്. എത്ര വേണ്ടാന്ന് കരുതിയാലും പലരുടെയും ജീവിതത്തില് നമ്മുടെ ജീവിതം ഒരു കല്ലുകടിയാ. സ്നേഹം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവന്തികേട്ടത്തി ഓവറാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു എന്ന് കരുതി കൂടുതൽ ഭരിക്കുക എല്ലാവരെയും. എടോ, അത് എന്റെ തെറ്റിദ്ധാരണയാ. അർച്ചനേട്ടത്തി ഇവിടേക്ക് വരുന്നത് വരെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് അവന്തികേട്ടത്തി തന്നെയാ. അർച്ചനേട്ടത്തി വന്നപ്പോ പുള്ളിക്കാരി ഒന്നിനും തലയിടുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അർച്ചനേട്ടത്തിയുടെ നേരെ ഓപ്പോസിറ്റ് അവന്തികേട്ടത്തി. പണ്ട് മുതലേ ഏട്ടത്തി അങ്ങനെ കർശനക്കാരിയെ നിന്നതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം ഉണ്ടായിരുന്നത്. എനിക്ക് സച്ചേട്ടനൊക്കെ ഏട്ടത്തി പറയുന്നതിനൊരു മറുവാക്കില്ല. അതന്നും ഇന്നും. കാരണം എത്ര കർക്കശം കാണിച്ചാലും ഒരമ്മയുടെ വാത്സല്യം എന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഏട്ടത്തി ജീവിച്ചതൊക്കെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് വേണ്ടിയാ. ആ കടപ്പാടൊന്നും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവം.
പിന്നെ അർച്ചനടുത്തിയുടെ കാര്യം, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനും തരം കാരണം ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വിഷമിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയപ്പോ ഏട്ടത്തി കിട്ടിയത് സങ്കടം. നമ്മൾ നമ്മുടെ ഭാഗത്തെ ന്യായീകരിച്ച് അതിലെ തെറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ അച്ഛനും ശരിയും തെറ്റുകളും ഉണ്ട്. അച്ഛന്റെ കണ്ണിലും മനസ്സിലും ഏട്ടത്തി ഇതൊക്കെ ചെയ്തതെന്നാ. അത് ഞാനോ താനോ പറഞ്ഞാൽ മാറുന്നല്ലോ. ഒരു നിമിഷം കൊണ്ട് ഏട്ടത്തിയെ കുറ്റക്കാരിയാക്കിയ പോലെ മറ്റൊരു നിമിഷം കൊണ്ട് ഏട്ടത്തിയെ മനസ്സിലാക്കാനും അച്ഛന് പറ്റും. അതിന് എത്ര കാലം വരെ വേണമെന്ന് മാത്രം എനിക്കറിയില്ല. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. ഒരു ദിവസം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാനല്ലേ പറ്റൂ. അത് എത്രയും വേഗം സംഭവിച്ചാൽ മതി. നമുക്ക് ഏട്ടത്തിയുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നാലോ? സച്ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഏട്ടത്തിക്ക് ആ വിഷമം കുറച്ചൊക്കെ മാറും. നീ വാ. അതെ, എന്തുപറ്റി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഗൗരി പറയുന്നേ? എന്റെ അമ്മ ടെറസിൽ നിന്ന് തള്ളിയിട്ട ഞാനാന്നോ? അതും ഞാൻ ചെയ്യിച്ചാണെന്നോ? എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഗൗരിക്ക് പറ്റുന്നേ? സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോ ഒരു മകളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഈശ്വര, ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കവിതേ, ഇതാ ഡ്രാമ. നിന്റെ ഈ ഡ്രാമ മറ്റുള്ളവരുടെ അടുത്ത് പോരെ, ഈ ദക്ഷയുടെ അടുത്ത് വേണോ? ഒന്നുമില്ലെങ്കിലും ഇക്കാര്യങ്ങളിലൊക്കെ ഞാനും നീയും ഒക്കെ ഒരേ തൂവൽ പക്ഷികളല്ലേ? സത്യം പറയ, ഇത് നീയല്ലേ ചെയ്ത? ഗൗരി, അനാവശ്യം പറയല്ലേ. ഒന്നുമല്ലെങ്കിലും സ്വന്തം ചോരയിലുള്ള ഒരാളെ കൊന്ന് ഉറപ്പ് മാറിയവളാ നീ. അന്നത് തന്ത്രപൂർവ്വം നീ ഒളിച്ചു വെച്ചു. വീട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണിൽ നീ പെട്ടില്ല. ഇപ്പോ ഈ കൊലപാതകം ലച്ചുവിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക നീ, അല്ലേ? ഗൗരി, പ്ലീസ് സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു മരണവീട. സൂക്ഷിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും പറ? സ്വന്തം അമ്മയെ കൊന്നിട്ട് ആ മകളുടെ കയ്യിലെ ചോരയുടെ മണം ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ നീ? ഇനി നീ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആരെയാ? സ്വന്തം അച്ഛനെയല്ലേ? ഈ കണക്കിനാണെങ്കിൽ ഞാൻ അടുത്ത് കൊല്ലം പോന്ന നിന്നെയാ. എല്ലാത്തിനും ഒരുമിച്ച് നിന്നിട്ട് നീ പെണ്ണ് തിരിഞ്ഞു കുത്തുകയല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും തിരിഞ്ഞു കുത്തുന്നില്ല. പക്ഷെ എനിക്ക് സത്യം അറിയണം. അത് നീ എന്നോട് പറഞ്ഞേ പറ്റൂ. ഈ കൊലപാതകം ലച്ചുവിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൾ എന്നേക്കുമായി ജയിലിലായാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതും. നിന്റെ ലക്ഷ്യം നല്ലത്. പക്ഷേ നീ എന്നോട് സത്യം പറയണം. അത് പിന്നെ ഞാൻ മടിക്കണ്ട, സത്യം പറ. ദേ, ഞാൻ കൂടെ നിൽക്കാം. ഗൗരി, അത് ലച്ചുവിനെ ടെറസിൽ നിന്ന് തള്ളിയിടാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയത്. പക്ഷെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് അത് സംഭവിച്ചു. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. നീ എന്റെ ഒപ്പം നിൽക്കണം.
എങ്ങനെയും ഈ കൊലപാതകം ലച്ചുവിന്റെ തല കെട്ടിവെക്കണം. ഇപ്പൊ നമ്മൾ രണ്ടാളുടെയും പ്രധാനപ്പെട്ട ശത്രു അവളാ, ലച്ചു. അവളെ ഈ കൊലപാതകത്തിന്റെ പേരിൽ നമുക്ക് പൂട്ടണം. ഇന്ന് അതിനുള്ള പ്ലാനിങ് ഇല്ല. നീ എന്തായാലും എന്നോട് സത്യം പറഞ്ഞല്ലോ. ലച്ചുവിനെ എന്നേക്കുമായി കുരുക്കുന്ന കാര്യത്തിൽ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഉറപ്പാ? അതെ, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മയ്ക്ക് ഈ ചടങ്ങ് നടത്താൻ നിനക്ക് എന്ത് അർഹതയുള്ള? അത് മുത്തശ്ശി. മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? മുത്തശ്ശി പോലും. എന്നിട്ടാണോ നീ എന്റെ ഈ പാവം അമ്മ ഈ നിലയിലാക്കിയത്? ഞാൻ എന്റെ അമ്മ കൊന്നു കളഞ്ഞല്ലോടി. അയ്യോ കവിത, എന്തോ ഇത്? എന്തിനാ? എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തേ? എന്റെ അമ്മ കൊന്നത് എന്തിനാന്ന്? ഞാൻ എന്റെ ഗോവിന്ദ് നീ തമ്മിൽ അത് കണ്ട് സഹിക്കാതെ എന്റെ അമ്മ നിന്നെ താക്കീത് ചെയ്താന് നീ ഈ കൊടും പാതകം ചെയ്തല്ലേ? അയ്യോ ഇല്ല. എന്നാലും നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരാകാൻ തോന്നി? അയ്യോ വേണ്ട, എന്റെ അമ്മയുടെ കൊലപാതകി എന്റെ അമ്മയുടെ ഒരു ചടങ്ങ് പോലും നടത്തണ്ട. എന്റെ അമ്മയ്ക്ക് അതൊന്നും സഹിക്കില്ല. അയ്യോ എന്താ വിളി പറയുന്നത്? എളിയമ്മേ, ഞാനിതൊന്നും സമ്മതിച്ചു തരില്ല. എന്താ കവിത? എന്തിനാണ് നീ ഈ പാവത്തെ കൊന്നത്? ഞാൻ എന്ത് ചെയ്തെന്ന? വേണ്ട, നീ എന്നോടൊന്നും പറയണ്ട. പോയ്ക്കോ, എന്റെ കോൺമോനെന്ന് പോയ്ക്കോ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചിലപ്പോ എന്തെങ്കിലും ചെയ്തു പോവും. അപ്പച്ചി എന്താ ഈ പറയുന്നത്? മോനെ സഞ്ജു, നിന്റെ മുത്തശ്ശി, എന്റെ അമ്മ, ഇവള് അപ്പച്ചി വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ, ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ പറയും, എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിരലടയാളം കണ്ടെത്താൻ നിനക്ക് വേറെന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എന്ത് ഐഡിയ? ഞാൻ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിൽ തെളിയുന്നില്ല. ഏതായാലും ഇനിയും വിരലടയാളം കണ്ടെത്താതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല.
അത് കിട്ടും. അങ്ങനെ തന്നെയാ എന്റെ മനസ്സും പറയുന്നേ. വാ, നമുക്ക് വേഗം തിരയാം. വാ. അച്ഛാ, നമുക്ക് പോയാലോ? അല്ല, എവിടെ പാർവതി? എന്താ പാർവതി വരുന്നില്ലേ? അവള് കുറച്ച് കഴിഞ്ഞിട്ട് വരും. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാം. നമ്മൾ പോയിട്ട് വേണം അവിടെ ഭൂമി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ. അത് വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ചുപേര് നിപ്പുണ്ട്. പ്രഭാവതിയും വന്നില്ലല്ലോ. അമ്മയും പിന്നീട് വരുമെന്നാ പറഞ്ഞത്. അമ്മയും അങ്കിളും കൂടി വന്നോളും. ശരി, സമയം വൈകുന്നു. നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കാം. പാർവതി ഇപ്പൊ എത്തും. വൈകിയാൽ മുഹൂർത്തം തെറ്റും. ഏട്ടാ, പാർവതി ഒന്ന് വിളിച്ചു നോക്ക്. പാർവതി എവിടെ? അവള് വന്നില്ലേ? അല്ല, അപ്പോ അവളിവിടെ എത്തിയില്ലേ? ഞാൻ കരുതിയത് അവള് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാവുന്ന. അവളെന്താ വരാത്തത്? അവള് അമ്മയോടോ അങ്കിളിനോടോ ഒപ്പം വരാന്നാ പറഞ്ഞത്. അയ്യോ, അല്ല, ഞങ്ങള് കണ്ടില്ല. അല്ലേ ചേച്ചി? കണ്ടില്ലല്ലോ. ഷടാ, പാർവതി ഇനി എങ്ങനെ വരും? ഷോ, അവള് വരാതെ എങ്ങനെ വിളക്ക് കൊളുത്തും? അമ്മയങ്കിൾ ഇങ്ങോട്ട് പോകുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എടാ, അവക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അവള് നേരത്തെ വരത്തില്ലായിരുന്നോ? ഇനിയിപ്പൊ നീ പോയിട്ട് എപ്പോഴാ അവളെയും വിളിച്ചോണ്ട് വരുന്നേ? അവള് വരുമ്പോഴേക്ക് മുഹൂർത്തം കഴിയും. മോനെ, നീ തന്നെ വിളക്ക് കൊളുത്ത്. അതല്ലേ നല്ലത്. ഏയ്, അതൊന്നും ശരിയാവില്ല. പാർവതിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ആർച്ച വേണമെന്ന് അവളല്ലേ പറഞ്ഞത്. അവളുടെ താല്പര്യപ്രകാരമല്ലേ നമ്മള്
ഇപ്പൊ ഇവിടെ ഭൂമി പൂജ നടത്തുന്നത്. അപ്പോ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. അവളെ ഒഴിവാക്കിക്കൊണ്ട് പൂജ നടത്തുന്ന ഒന്നും ശരിയല്ല. ഞാൻ വേഗം പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഞാൻ ഇപ്പൊ വരാച്ച. ഇപ്പൊ വരാം, പോയിട്ട് വരാം. ചേച്ചി ചേച്ചി അവൻ പോയാ ചേച്ചി ഇവൻ പോയ അവനെ രക്ഷപ്പെടുത്തോ? അവളിപ്പൊ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാവും. ഇവൻ രക്ഷപ്പെടുത്താൻ ചെന്നാലേ അവനും ഭസ്മമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിക്കും ശ്യാമയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കമ്പനിയെ ഒരു വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചല്ലോ. ഇതാ ഇപ്പൊ നന്നായി. അമൃതയെടുത്ത് ഞങ്ങളോട് നന്ദി പറയുന്നേ. ശരിക്കും നന്ദി പറയേണ്ടത് അമൃതയെടുത്തിയോടാ. ഇതൊരു വല്ലാത്ത ത്യാഗ. വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ വീടിനെ അവിടുത്തെ അച്ഛനും അമ്മയെല്ലാം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് അമൃതയെടുത്തിയെ പോലെ കുറച്ചു പേരെ ഇന്നുണ്ടാവും അല്ലേ? അമൃതയെടുത്തിയപ്പോ ഒരു വലിയ തകർച്ചയിൽ നിന്ന് നമ്മുടെ കമ്പനിയെയും കുടുംബത്തെയും എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്ന. അഖി, അതിനെന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മരുമകളുടെ അല്ല, ഒരു മോളുടെ തന്നെ കടമയായത്. അതെന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു, അത്ര തന്നെ. എന്നാലും ഇത്ര പെട്ടെന്ന് 2 കോടി രൂപ അത് അമൃതയെടുത്ത് എങ്ങനെയാ സംഘടിപ്പിച്ചേ? ശ്യാമേ, അത് എന്റെ പേരിൽ കുറച്ച് കുടുംബസ്വത്ത് അച്ഛൻ തന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിനടുത്താ. ഇപ്പൊ നല്ല വില കിട്ടുന്ന സ്ഥലമാ. അത് ലീസിന് കൊടുത്തു. മായ ഇതിനിടയിൽ കൊട്ടേഷനുമായിട്ട് വരുന്നു എന്നുള്ള രഹസ്യ വിവരം നിങ്ങൾ അറിഞ്ഞതാ നല്ലതായേ. കൃത്യസമയത്ത് നിങ്ങൾക്കത് ആദ്യേട്ടനെ വിളിച്ചു പറയാൻ തോന്നിയത് അതിനേക്കാൾ വലിയ ഭാഗ്യമായി. ആദ്യേട്ടൻ അപ്പോഴും എന്നോട് പറഞ്ഞത് ഇത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ തുക ബിഡ് വെക്കാൻ ഐശ്വര്യ സമ്മതിക്കില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞ ഐശ്വര്യ അമ്മയുടെ മനസ്സ് മാറ്റുമെന്ന്. പിന്നെ എന്താ വഴിയെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാ ഈ ഒരു മാർഗം തെളിഞ്ഞു വന്നത്. അമ്മയച്ഛനും എല്ലാവരും കരുതുന്നത് ലേലത്തിന് പിടിച്ച മിഷനറീസ് എല്ലാം ഞങ്ങളെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറിയുടെ ആവശ്യത്തിനാണെന്ന്. ഞങ്ങള് വേറെ പുതിയ മിഷനറീസ് എടുക്കാൻ പോവാ. അതിന്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. പുതിയ ഫാക്ടറി അല്ലേ, ഗ്യാരണ്ടി ഉണ്ടാവും. അതാ സേഫ്. ഇനി ഇന്ന് ലേലത്തിൽ പിടിച്ച മിഷനറീസ് നമ്മുടെ കമ്പനിയിൽ കൊണ്ട് എത്തിക്കുമ്പോഴാ ശരിക്കും അമ്മയും അച്ഛനും എല്ലാവരും ഞെട്ടുന്നത്. അതുവരെ അഖിലും ശ്യാമയും ഞങ്ങളെ ചതിച്ചൂന്ന് ഐശ്വര്യത്തിൽ പാടി നടന്നോട്ടെ. എന്നാലും അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവില്ലേ? എന്താ സംഭവിച്ചെന്ന് അഖിൽ സാർ എന്നെ അച്ഛനോട് വിളിച്ചെന്ന് പറഞ്ഞേ. അതൊന്നും വേണ്ട. കമ്പനിയിൽ ആ മെഷീനറീസ് വരുമ്പോ എല്ലാവരും അറിഞ്ഞാൽ മതി. അതുവരെ ഈ കാര്യം അവർക്കെല്ലാം ചെറിയൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഈ അഖിൽ സാറിന്റെ ഒരു കാര്യം ഒന്ന് പോടും. എന്തുട്ടി ശ്യാമേ? എന്താ ശ്യാമേ? എന്തോ വേദന പോലെ. എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം ആയിരിക്കും. അതോ? അല്ല, വലിയ വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. സാറില്ല, വേണ്ട, വേണ്ട എടുത്തേ. സാറില്ല, വേണ്ട, വേണ്ട എടുത്തേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
മോള് വരുന്നത് അമൃതാന്റെയോ ആദ്യങ്ങളോ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഉറക്ക. ശരി, മോള് വാ. സൂക്ഷിച്ച്. മോളെ, മോളുടെ അമ്മ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുക. അമ്മയെ കാണാൻ എനിക്ക് കൊതിയായി. ആണോ? മോള് വാ. വാ. അതേട്ടാ, ശ്രീകുട്ടിക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ടൈം ലേറ്റായി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റായോ? അല്ല, അത് ഗസ്റ്റ് ഹൗസിലേക്ക് അല്ല, ഹോസ്പിറ്റലിലേക്ക്. നീ ആദ്യം ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഹോസ്പിറ്റലോ അത് ഗസ്റ്റ് ഹൗസോ? ഹോസ്പിറ്റല് പോട്ടെ, മോൾക്ക് നല്ല പനിയാ. ഇനി നീ ഉരുണ്ട് കളിക്കണ്ട. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്റെ അനുജനാ നീ. ഇപ്പൊ എന്നെക്കാളും വളർന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതത്ര നല്ല കാര്യമല്ല. ഏട്ടാ, നിന്നെ വിശ്വസിച്ച് കഴിയുന്ന സ്വന്തം ഭാര്യയുടെ കണ്ണീര് കൊണ്ടാ നീ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നേ. അത് മോനെ നീ മറക്കരുത്. ഒടുവിൽ ജീവിതം തന്നെ കൈവിട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. മനസ്സിലായി? എത്താൻ വൈകിട്ട് വിളിക്കുന്നതാ. മോളെ, മോള് വന്നേ. ആരാ തടയുന്നതെന്ന് കാണണമല്ലോ. വന്നേ. അവളുടെ അടുത്തേക്ക് പോട്ടെ. അവിടെ വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അരുണേ, ഐശ്വര്യ കൂടെയുണ്ട്. ഈ ഐശ്വര്യ ആരാണെന്ന് അരുണിന്റെ കാമുകി ശരിക്കും അറിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിഷമത്തിനെല്ലാം കാരണം ഈ ശാപം പിടിച്ചവൾ ഒറ്റ ഒരുത്തിയ. ഈ വിഷപ്പാമ്പിനെ കൊണ്ട് നന്ദിനി ചെമ്പകമംഗലത്തേക്ക് വന്നപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ വലിയ അക്ഷരത്തിൽ കുറിച്ചിട്ടതാ, ഇതൊരു മാരണം ആവൂന്ന്. സാവിത്രി, പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സൗകര്യപൂർവ്വം പറയാം. ഇതൊരു ഹോസ്പിറ്റലല്ലേ? പറയാനുള്ളത് എപ്പോഴായാലും ഞാൻ പറയും. എന്റെ മനസ്സിന്റെ കൺട്രോൾ പോയി നിൽക്കാ ഞാൻ. സാവിത്രി, എന്താ അനന്തരവളെ ന്യായീകരിക്കാൻ വന്നിരിക്കാണോ രാമേട്ടൻ? ന്യായീകരിക്കുന്നൊക്കെ നിർത്തി. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തുമില്ല. എന്റെ മകന്റെ ജീവിതം ഈ നശിച്ചവള് കാരണം പോയത്. ഇവനെ ഇനി സമൂഹം അംഗീകരിക്കൂ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇവന് വല്ല വിലയുണ്ടാവോ? ഇവന്റെ സബോർഡിനേറ്റ്സിന്റെ മുഖത്ത് ഇവൻ ഇനി എങ്ങനെ നോക്കും? ഇവനെ എല്ലാരും കൂടെ കളിയാക്കില്ലേ? മുറച്ചെറുക്കന്റെ ഭാര്യയാവാൻ മുറപ്പെണ്ണിന്റെ ഒരു മോഹം.
അതിന് കാണിച്ച തന്ത്രം. 4 പേരറിഞ്ഞ് കല്യാണം കഴിച്ച് അവന്റെ ഭാര്യയെ പറഞ്ഞു തിരിപ്പിച്ച് ഒരു മരപ്പൊട്ടന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇതിൽ പല ഒരു ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ? ഇവള് കരുതി കൂട്ടി ചെമ്പകമംഗലത്ത് നടന്നത് ഇതിനായിരുന്നു അല്ലേടി? ദ്രോഹി. നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് 2 കാരണത്തിനാ. ഒന്ന്, ഇതൊരു ഹോസ്പിറ്റലാ. 2, എന്റെ മുത്തശ്ശി അകത്ത് സുഖമില്ലാതെ കിടക്കുക. ഓ, മുത്തശ്ശിയോട് സ്നേഹമുള്ളൊരു പേരക്കുട്ടി. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെയും വാത്സല്യ ഭാജനം. ഇവരുടെ 2 പേരുടെയും പട്ടടയ്ക്ക് തീ കൊളുത്തിയിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെനിക്കറിയാം. എന്തോ കരുതി കൂട്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ചെമ്പകമംഗലത്തേക്ക് വന്ന നാള് മുതൽ നിങ്ങൾ എന്റെ ശത്രുവായി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്റെ അമ്മാവനോട് തുറന്നു പറയുന്നു, ആ വൈശാഖ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അവനും മൈഥിലി ചേച്ചിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലായിരുന്നു. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ മുത്തശ്ശി എൻഗേജ്മെന്റ് നടത്തുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് നീ ഒരല്പം കൂടി ക്ഷമിക്കണം, സഹകരിക്കണം. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്തായാലും എൻഗേജ്മെന്റ് വരെ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് അവളുമായിട്ട് ഒളിച്ചോടണമെങ്കിൽ കുറച്ച് പണം കൂടിയേ പറ്റൂ. അതിന് വീട്ടുകാർ കനിയണം. അവരെന്നോട് കനിയണമെങ്കിൽ ഞാൻ മറ്റൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവർക്ക് തീർത്തും വിശ്വാസമാവണം. അതുവരെ നീ എന്നൊന്ന് സഹായിക്കും പ്ലീസ്. അവസാന നിമിഷം വരെ അവനുമായി ഒളിച്ചോടാൻ പോകുന്ന പെണ്ണ് മൈഥിലി ചേച്ചിയാണെന്ന സത്യം എനിക്കറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തെ മാനം കെടുത്തു. എന്റെ അമ്മാവന്റെ മകനായ ACP ഞാൻ സാധിക്കോ? ഞാൻ അവൻ വിരിച്ച വലയിൽ വീണു പോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പണത്തിനു വേണ്ടി ഒരുപക്ഷെ എന്നെയും ചതിക്കായിരുന്നു. എന്റെ കഴുത്തിലേക്ക് അവന്റെ താലി വീഴാതിരിക്കാൻ വേണ്ടി. അതെ, ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അവിടെയാണ്. ഈ തക്കത്തിൽ നമുക്ക് മറ്റേ പ്ലാൻ നടത്തിയാലോ? ആ, കറക്റ്റ്. ഞാനും അത് തന്നെ വിചാരിക്കുന്നത്. പണം ഇരിക്കുന്ന സ്ഥലം അറിയാലോ? ആ, ഒരു കാട്ടുകള്ളനെയാണല്ലോ കുടുംബത്തിൽ കയറ്റി ഇത്രയും നാളും താമസിപ്പിച്ചത്. നമ്മളൊക്കെ എത്ര ശുദ്ധഗതിക്കാരാ. കരയാതെ മോളെ, നീ തെറ്റുകാരിയല്ലെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പൊ നിന്റെ മുത്തശ്ശിയുടെ സംശയം മാറിയല്ലോ. മോളിങ് വാ. മോള് വിഷമിക്കാതെ. നിന്നെ ഞങ്ങൾക്കറിയില്ലേ? എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ മോള് കരയാതെ. ഇപ്പൊ നിനക്ക് കരയേണ്ടി വന്നു. അത് കള്ളത്തരം അറിയാഞ്ഞിട്ട്. ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുന്നത് മനസ്സിന് നന്മയുള്ളവരാ.
ചതിക്കാനും വഞ്ചിക്കാനും അറിയാത്തവർ. എന്റെ മോള് കരയണ്ട മുത്തശ്ശി. എന്റെ മോക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, ഒട്ടും വിഷമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.